നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് IRFC ഓഹരിയിൽ റീറ്റെയിൽ നിക്ഷേപകർക്കുള്ള ഓഫർ ഫോർ സെയിൽ നടക്കുന്നതായി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഒരു ഓഹരിക്ക് 104 രൂപയാണ് ഫ്ലോർ പ്രൈസ് ആയി ഗവൺമെന്റ് നിശ്ചയിച്ചത്. എന്നാൽ IRFC അഥവാ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷന്റെ ഓഹരികൾ വിൽക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ വൻകിട നിക്ഷേപകർക്കായി ഈ ഓഫർ ഫോർ സെയിൽ തുറന്നപ്പോൾ ഉണ്ടായ പ്രതികരണങ്ങളെ അടിസ്ഥാനമാക്കി സർക്കാർ പുതിയൊരു തീരുമാനമെടുത്തു. ഈ വിൽപ്പനയിൽ ഗ്രീൻ ഷൂ ഓപ്ഷൻസ് ഉപയോഗിക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചു. അതായത് ആദ്യം നിശ്ചയിച്ചിരുന്ന 2% ഓഹരികൾ ഏകദേശം 26.13 കോടി ഓഹരികൾ മാത്രമേ ഇപ്പോൾ വിൽക്കുന്നുള്ളൂ. കൂടുതൽ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ അധികമായി വിൽക്കാൻ കരുതിയിരുന്ന മറ്റ് 2% ഓഹരികൾ ഇപ്പോൾ വിൽക്കുന്നില്ല. വൻകിട നിക്ഷേപകരിൽ നിന്ന് പ്രതീക്ഷിച്ച അത്രയും വലിയ ആവേശം ഈ ഘട്ടത്തിൽ ഉണ്ടാകാത്തതിനാലാണ് സർക്കാർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം IRFC ഓഹരികളുടെ വിലയിലുണ്ടായ മാറ്റമാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഏകദേശം 229 രൂപ എന്ന റെക്കോർഡ് ഉയരത്തിൽ നിന്ന ഓഹരിയാണ് ഇപ്പോൾ 110 രൂപയ്ക്കും താഴെ എത്തിയിരിക്കുന്നത്. അതായത് അതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 50% ഇടിവ് ഓഹരിയിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ 104 രൂപയ്ക്ക് സർക്കാർ ഓഹരികൾ നൽകുന്നത് നിക്ഷേപകർക്ക് ഗുണകരമാകുമോ എന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. സർക്കാരിന്റെ നിലവിൽ കമ്പനിയിൽ 86.36% ഓഹരി പങ്കാളിത്തമുണ്ട്. ഈ OFS കഴിയുന്നതോടെ അത് ഏകദേശം 84.36% കുറയും. സെബി നിർദ്ദേശിക്കുന്ന 75% എത്താൻ ഇനിയും കൂടുതൽ ഓഹരികൾ സർക്കാർ വിറ്റഴിക്കേണ്ടി വരും. റീറ്റെയിൽ നിക്ഷേപകർക്ക് ഇന്ന് ഉച്ചയ്ക്ക് 3:30 വരെ തങ്ങളുടെ ബ്രോക്കർ ആപ്പുകൾ വഴി ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ നിലവിലെ വിപണിയിലെ അസ്ഥിരതയും ഓഹരി വിലയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഇടിവും പരിഗണിച്ച് വളരെ ശ്രദ്ധിച്ച് മാത്രം തീരുമാനമെടുക്കേണ്ടതാണ്. ദീർഘകാല നിക്ഷേപകർക്ക് ഈ വിലക്കുറവ് ഒരു അവസരമായി തോന്നാമെങ്കിലും മാർക്കറ്റിലെ റിസ്ക് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം IRFC ഓഹരി വില 4.46% ഇടിഞ്ഞ് 104 രൂപ എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത്. സമീപകാലത്തായി വലിയ സമ്മർദ്ദത്തിലൂടെയാണ് ഈ ഓഹരി കടന്നു പോകുന്നത്. 2026 ഇതുവരെ ഏകദേശം 17%, ഒരു വർഷത്തിനിടെ 15% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നും ഗവൺമെന്റ് നിശ്ചയിച്ച പ്രൈസിൽ ഒരു വർഷത്തെ താഴ്ന്ന നിലയിലേക്ക് ഓഹരി എത്തിയിട്ടുണ്ട്. എങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രകടനം ഇപ്പോഴും മികച്ചത് തന്നെയാണ്. NSE കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 3 വർഷത്തിനിടെ 275%, 5 വർഷത്തിനിടെ 318% മൾട്ടി ബാഗർ റിട്ടേൺസ് നൽകാൻ സാധിച്ച പൊതുമേഖലാ ഓഹരി കൂടിയാണ് IRFC. ഈ OFSൽ റീറ്റെയിൽ നിക്ഷേപകർക്കായി പ്രത്യേകം ഡിസ്കൗണ്ടുകൾ ഒന്നും തന്നെ നൽകുന്നില്ല. പക്ഷെ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് നേരിട്ട് ഓഹരികൾ വാങ്ങുന്നതിനെ അപേക്ഷിച്ച് ഇതിൽ മാർജിൻ ഓഫ് സേഫ്റ്റി കുറവായിരിക്കുമെന്നാണ് വെഞ്ചുറ റിസർച്ച് ഹെഡ് വിനീത് അഭിപ്രായപ്പെടുന്നത്. ഉടൻ തന്നെ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് OFS മൂലമുള്ള വിപണിയിലെ ചാഞ്ചാട്ടം ഒന്ന് അടങ്ങിയ ശേഷം സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ഓഹരികൾ വാങ്ങുന്നതാകും കൃത്യമായ വില കണ്ടെത്താൻ കൂടുതൽ സഹായിക്കുക എന്നും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് വിപണിയിൽ ഓഹരിയിൽ കാര്യമായ മാറ്റമില്ലാതെ തന്നെയാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നതെന്ന് കാണാം. ഇനി നമുക്ക് ഓഹരിയുടെ ഓഫർ ഫോർ സെയിൽ എന്നുള്ള കാര്യം മാറ്റി നിർത്താം. എന്നിട്ട് ഓഹരിക്കുള്ള ഭാവി പൊട്ടൻഷ്യലിനെ കുറിച്ച് സംസാരിക്കാം. ഇത്തരം അപ്ഡേറ്റ്സുകളാണ് ചിലപ്പോഴെങ്കിലും ചില ഓഹരികളെ ലൈം ലൈറ്റിൽ കൊണ്ടുവരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഓഹരി ഹോൾഡ് ചെയ്യുന്നവർക്ക് ഓഹരിയുടെ ഭാവി അറിയാൻ താല്പര്യമുണ്ടായിരിക്കും. ഇനി കൂടുതൽ ഓഹരികൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇത്തരം വാർത്തകൾ വഴി കേൾക്കുന്ന ഓഹരിയിൽ പൊസിഷൻ എടുക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള താല്പര്യം ഉണ്ടാകും. IRFCയുടെ ഏറ്റവും വലിയ ആകർഷകമായ ഫാക്ടർ എന്നത് ഇതൊരു PSU കമ്പനിയാണ് എന്നതാണ്. പക്ഷെ കുറച്ചു മുൻപ് സൂചിപ്പിച്ച പോലെ ഓഹരി ഓൾ ടൈം ഹൈയിൽ നിന്ന് വളരെ താഴെയാണ് വ്യാപാരം ചെയ്യുന്നത്. ഇതിനെ നമുക്ക് 2 രീതിയിൽ എടുക്കാൻ സാധിക്കും. ഒന്ന്, ലോങ് ടേമിലേക്ക് വാങ്ങി വെക്കാൻ പറ്റുന്ന രീതിയിൽ ആകർഷകമായ ഡിസ്കൗണ്ടിലാണ് എന്ന് ചിന്തിക്കുക. അതല്ലാതെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 50%-ലധികം ക്രാഷ് ആയ ഓഹരി എന്ന രീതിയിൽ അല്പം ജാഗ്രതയോടെയും വീക്ഷിക്കാം. എങ്ങനെയാണ് ഈ ഇടിവിനെ കാണേണ്ടത് എന്ന് കമ്പനിയുടെ ഫണ്ടമെന്റൽസ് വെച്ച് നമുക്ക് നിശ്ചയിക്കാം. കഴിഞ്ഞ 3-ാം പാദത്തിൽ 1802 കോടി രൂപയുടെ റെക്കോർഡ് അറ്റാദായമാണ് IRFC കൈവരിച്ചത്. നിലവിൽ കമ്പനിയുടെ ആകെ ആസ്തി അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 4.75 ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുന്നുണ്ട്. കൂടാതെ IRFC 2.0 എന്ന പദ്ധതിയുടെ വലിയൊരു തന്ത്രപരമായ മാറ്റത്തിനാണ് കമ്പനി ഒരുങ്ങുന്നത്. റെയിൽവേ മന്ത്രാലയം എന്ന ഏക ഉപഭോക്താവിൽ നിന്ന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പഴയ രീതിയിൽ നിന്ന് മാറി റെയിൽവേയുമായി ബന്ധപ്പെട്ട ഇതര മേഖലകളിലേക്കും മറ്റ് അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിലേക്കും കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2030 സാമ്പത്തിക വർഷത്തോടെ തങ്ങളുടെ പോർട്ട്ഫോളിയോ 60-40 എന്ന അനുപാതത്തിലേക്ക് എത്തിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്.
ഇതിൽ 60% ഇന്ത്യൻ റെയിൽവേയുടെ പരമ്പരാഗത ലീസിംഗ് ഇടപാടുകളിൽ നിന്നായിരിക്കും. ബാക്കി 40% വരുമാനം കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന അനുബന്ധ റെയിൽവേ മേഖലകളിൽ നിന്നായിരിക്കും. ഈ പുതിയ തന്ത്രം നടപ്പാക്കുന്നതോടെ 2026 സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിൽ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 1.5% വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച പ്രകടനമാണിത്. 0 NPA അഥവാ കിട്ടാക്കടങ്ങൾ ഒന്നുമില്ലാത്ത നിലവിലെ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഈ 60-40 എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചാൽ നിക്ഷേപകർക്ക് ദീർഘകാലത്തേക്ക് വിശ്വസിക്കാവുന്ന മികച്ചൊരു ഓഹരിയായിരിക്കും IRFC എന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു. സ്റ്റോക്കിന്റെ PE 19.6 ടൈംസ് ആണ്. ഇൻഡസ്ട്രി ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ IRFC നിലവിൽ ന്യായമായ വാല്യുവേഷനിലാണെന്ന് പറയാം. ഇത് ഓഹരിയുടെ ലാഭക്ഷമതയ്ക്ക് അനുസരിച്ചുള്ള വിലയാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 2.42 മടങ്ങാണ്. ഓഹരിയുടെ ബുക്ക് വാല്യൂ 43 രൂപയാണ്. നിലവിലുള്ള വിപണി വില ബുക്ക് വാല്യൂവിന്റെ ഏകദേശം 2.4 ഇരട്ടിയാണ്. PSE ഓഹരികളിൽ ഇത് സാധാരണമാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 12.8% തുടരുന്നുണ്ട്. നിക്ഷേപകരുടെ പണത്തിന്മേൽ കമ്പനി ഉണ്ടാക്കുന്ന ലാഭമാണിത്. കഴിഞ്ഞ 3 വർഷത്തെ ശരാശരി 13.6%. ഇത് സ്ഥിരതയുള്ള ഒരു പ്രകടനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ROCE 5.83%. കമ്പനിയുടെ ആകെ മൂലധനത്തിന്മേലുള്ള ലാഭമാണിത്. ഒരു ഫിനാൻസിംഗ് കമ്പനി ആയതിനാൽ ഇതിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാനാവില്ല. എങ്കിലും ഇത് അല്പം കുറവാണെന്ന് നിരീക്ഷിക്കാം. ഫിനാൻസിംഗ് മാർജിൻ 26%. കമ്പനിയുടെ പ്രധാന ബിസിനസ്സായ ഫിനാൻസിംഗിൽ നിന്നുള്ള ലാഭം 26%. ഇത് കഴിഞ്ഞ ക്വാർട്ടറുകളിൽ സ്ഥിരതയാർന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. 0 NPA എന്നതാണ് IRFCയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കമ്പനി നൽകിയ കടങ്ങളിൽ കിട്ടാക്കടങ്ങൾ ഒന്നുമില്ല എന്നതാണ് സത്യം. റെയിൽവേ മന്ത്രാലയം എന്ന ശക്തമായ ഇടപാടുകാരൻ ഉള്ളതിനാലാണ് ഇത് സാധ്യമാകുന്നത്. ഡിവിഡൻഡ് യീൽഡ് 1.52% തുടരുന്നുണ്ട്. നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുന്ന കാര്യത്തിൽ IRFC പിന്നിലല്ല എന്നർത്ഥം. 31.2% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കമ്പനി നിലനിർത്തുന്നുണ്ട്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കുറവാണെന്നത് ഒരു പോരായ്മയായി കാണാമെങ്കിലും സർക്കാർ പിന്തുണയുള്ള ഒരു ഫിനാൻസിംഗ് സ്ഥാപനമായതിനാൽ വലിയ റിസ്ക്കായി കണക്കാക്കണ്ട. കണക്കുകൾ പരിശോധിച്ചാൽ IRFC വളരെ ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറയുള്ള കമ്പനിയാണെന്ന് കാണാം. ദീർഘകാല നിക്ഷേപകർക്ക് സ്ഥിരമായ ഡിവിഡൻഡും മിതമായ വളർച്ചയും നൽകാൻ ഈ റേഷ്യോകൾ സൂചിപ്പിക്കുന്നത് പോലെ IRFCക്ക് സാധിക്കും. IRFCയിൽ ഇപ്പോൾ നിക്ഷേപിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഓഹരി അതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 50% താഴെയാണ് നിൽക്കുന്നത് എന്ന് തന്നെയാണ്. എന്നതിനാൽ കൂടുതൽ ഇടിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ചാ പദ്ധതികൾ പരിഗണിക്കുമ്പോൾ മുകളിലേക്ക് ഉയരാനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. ഇത് നിക്ഷേപകർക്ക് അനുകൂലമായ ഒരു ഫേവറബിൾ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് പരിഗണിക്കാൻ പറ്റുന്ന കമ്പനി തന്നെയാണ് IRFC.